കാവ്യാണ് കേട്ടോ അവളെ കാണിക്കുന്നത്. ഹോസ്പിറ്റലിലാണ്. താത്താനെ കാണിക്കുന്നത് ഇവിടെ വളാഞ്ചേരി വിസ്താറിലാണ്. അപ്പോൾ ഇമ്മ അവിടെ നാപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ താത്താൻ്റെ ഡെലിവറി നോക്കുമ്പോൾ ഞാൻ താത്താൻ്റെ അടുത്ത് പോകാൻ. അപ്പോൾ ഇന്നലെ ഇരുന്ന് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഡെലിവറി വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ കാണണം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് മദ്രസ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മയിലേക്കാണ് പോയത്. അത് ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ അന്ന് രാത്രി വീട്ടിലേക്ക് പോന്നിട്ട് പിറ്റേന്ന് ഒരു ഈവനിങ്ങിലാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോണത്. അപ്പോൾ ഇമ്മ നാത്തൂൻ്റെ അടുത്തേക്ക് പോയിക്കാണ്. നാത്തൂൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നാത്തൂനും ബേബി ഗേളാണ്. അപ്പോൾ ഈ വീഡിയോ വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഐസോട്ടിയും കുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചായ കുടിക്കാൻ വേണ്ടി പോയി, മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് അങ്ങനെ മുക്കി കഴിച്ചിട്ടൊക്കെ ചായയിൽ. അപ്പോൾ അത് കണ്ടു നോക്കുമ്പോൾ ഒരു കൊതി, അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ പോരുന്ന വയ്ക്കുക ക്യാൻറ്റീനിൽ നിന്ന് ഹൈസോട്ടിക്ക് വേണ്ടിയിട്ട് മഞ്ചും ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുറച്ച് നേരം ഇങ്ങനെ അതിൽ കൂടെ നടന്നു കേട്ടോ. എന്നിട്ട് കാക്കു എന്നെ ആക്കി തന്നിട്ട് പോയി. അപ്പോൾ അതാ നേഴ്സ് വന്നിട്ട് താത്താക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് പാൽ മേടിക്കാൻ പോവാണ് കേട്ടോ NICക്ക്. അപ്പോൾ കുറച്ച് പോകാനുണ്ട്. അങ്ങനെ ഇതാ പാല് മേടിച്ച് കയറ്റുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള നഴ്സൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറെ വീടൊക്കെ അവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ വിളിച്ചാലൊക്കെ പെട്ടെന്ന് ഡോക്ടർ വരികയൊക്കെ ചെയ്യും. ആ കാണുന്നതാണ് ഡോക്ടറെ വീടൊക്കെ. അങ്ങനെ ഇതാ ഡേ 4 ആണ് കേട്ടോ. 4ാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ അവിടെ ഡ്രസ്സും ഇതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ വെച്ചു. വൈകുന്നേരത്തായിരുന്നു ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി വെക്കുമായിരുന്നു. അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ ബേബീനെയൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാക്കു കൊണ്ടുവരാൻ വരാൻ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ കാക്കു വന്നു. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.